ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് സുഖം തന്നെയാണ്. അന്നേരം ഇത് എല്ലാവരും ഹാപ്പി സൺഡേ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ എനിക്കും നല്ലൊരു ദിവസമായിരുന്നു. ഇന്ന് ഞങ്ങൾ പുറത്തൊന്നും അധികം പോയില്ല, വീട്ടിൽ തന്നെ ആയിരുന്നു. കാരണം മോനുസിന് പനിയാണ്, അതുകൊണ്ട് പുറത്തൊന്നും പോകാൻ പറ്റിയില്ല. ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വന്ന വിഷയം, ഇന്ന് മോർണിംഗ് ഞാൻ ചെയ്തൊരു വീഡിയോ ഉണ്ട്. കാരണം എൻ്റെ ഫ്ലാറ്റിൽ എനിക്ക് കുറച്ച് കുട്ടികൾക്ക് അപകടമുണ്ടാകുമെന്ന് വിചാരിച്ച് ഞാൻ വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്കുണ്ടായും എന്നോട് ചോദിക്കുകയും കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിരുന്നു. അതിന് ഞാൻ ആരുടെയും മതം എടുത്തു പറഞ്ഞതല്ല. കാരണം അത് ഞാൻ ഇവിടെ കണ്ട രീതി, എനിക്ക് ഫീലായ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിലും ഞാൻ പറഞ്ഞിരുന്നു, ഒരു ഹിന്ദു ടീം എന്നോട്, എൻ്റെ അടുത്ത ഫ്ലാറ്റിലെ ഒരു ടീം എന്നോട് ഞാൻ മുസ്ലിമാണെന്ന് വെച്ചിട്ട് എന്നോട് മിണ്ടാതിരുന്ന കാര്യവും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് മതങ്ങളോ ആരും ഒന്നുമല്ല. പക്ഷേ ചില മനുഷ്യർ ആ മതത്തെ പിടിച്ച് കാണിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ രീതിയിലൊരു വീഡിയോ ചെയ്തത്. ഹിന്ദുക്കളായാലും എന്നോട് അങ്ങനെ കാണിച്ചാൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. ഹിന്ദുക്കൾ ഒരാൾ എന്നോട് അങ്ങനെ ചോദിച്ചത് കൊണ്ട് അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തതാണ്. എൻ്റെ അടുത്ത് ഒരാൾ എൻ്റെ അടുത്ത് മിണ്ടാതിരുന്നത് ഞാൻ മുസ്ലിമാണെന്ന് വിചാരിച്ചിട്ടാണ്. എൻ്റെ ഫ്ലാറ്റിൽ മുസ്ലിമിൻ്റെ പേരാണ് അത് എഴുതിയിരിക്കുന്നത് കൊണ്ടാണ് ഒരു ടീം എന്നോട് മിണ്ടാത്ത, എൻ്റെ അടുത്ത ഫ്ലാറ്റിൽ താമസിച്ചവർ എന്നോട് മിണ്ടാഞ്ഞെന്ന് പറഞ്ഞ കാര്യം അത് വാസ്തവമാണ്. അത് അവർ ഹിന്ദുവാണ്. അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തതാണ്. അതുപോലെയാണ് ഈ സംഭവം. കാരണം ഇവരൊരു മുസ്ലിമാണെന്ന് പറഞ്ഞത്, അത് എനിക്കത് ഫീൽ ആയതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം പറഞ്ഞത്. അല്ലാതെ ഒരിക്കലും ഒരു മതത്തെ കുറച്ച് കാണിക്കാനോ ഇല്ലെങ്കിൽ ഒരു മതത്തെ കൂട്ടിക്കാണിക്കാനോ രീതിയിൽ, ഞാൻ മനുഷ്യനാണ്, എനിക്ക് മതമില്ല. എനിക്ക് എല്ലാവരും ഒരുപോലെയാണ്. ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിങ്ങളായാലും എല്ലാം ഒരുപോലെയാണ്. അല്ലാതെ ഞാൻ മതത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുമില്ല. ഞാൻ പറഞ്ഞത് അവർ മുസ്ലിം ആയിരുന്നു, അതുകൊണ്ട് അവരങ്ങനെ ഒരു രീതിയിൽ എന്നോട്, കാരണം ഒരു കുട്ടികൾക്ക് അപകടം വരുന്നു എന്നുള്ള രീതിയിൽ വിളിച്ച് ചോദിച്ചപ്പം എനിക്കത് ഫീൽ ആയത് അങ്ങനെയാണ്. അത് ആ ലേഡിയുടെ പെരുമാറ്റം അങ്ങനെ തന്നെയാണ്. അത് അനുഭവിച്ചവർക്കല്ലേ അറിയത്തുള്ളൂ. അനുഭവിക്കാത്ത ഒരാൾക്ക് പുറത്തുനിന്ന് അഭിപ്രായം പറയാനേ പറ്റുമോ? അനുഭവിച്ച് എനിക്കറിയാം എന്ത് രീതിയിലാണ് അവരെന്നെ കണ്ടതെന്നും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അവരൊരു മുസ്ലിം സ്ത്രീ ആയിരുന്നു, അതുകൊണ്ട് അവർക്കെന്തോ ഒരു ചെറിയ ഇഷ്യൂസ് ഉണ്ട് എന്ന് ഞാൻ ആ രീതി പറഞ്ഞത്. അല്ലാതെ ഇത് മതത്തിൻ്റെയോ ഇല്ല ഹിന്ദു ആയതുകൊണ്ടോ ഞാനൊരു മുസ്ലിമിനെ താഴ്ത്തി പറഞ്ഞത്. എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടമുള്ളത് മുസ്ലിങ്ങളെ തന്നെയാണ്. എനിക്ക് ഏറ്റവും അടുത്ത ഫ്രണ്ട്സും മുസ്ലിങ്ങൾ തന്നെയാണ്. എന്നെ ഏറ്റവും അടുത്ത് ഹെൽപ്പ് ചെയ്തിട്ടുള്ള മുസ്ലിങ്ങൾ തന്നെയാണ്. അല്ലാതെ ഒരിക്കലും ഞാൻ അവരെ താഴ്ത്തിക്കെട്ടിയോ ആ ഒരു രീതിയിലല്ലോ പറഞ്ഞത്. അതൊരിക്കലും നിങ്ങളങ്ങനെ ചിന്തിക്കുകയോ ചെയ്യരുത്. കാരണം ഇങ്ങനെ പറഞ്ഞ് എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. കാരണം നമ്മൾ മനുഷ്യരെല്ലാവരും ഒന്നാണ്. പക്ഷേ മനുഷ്യനാണ് മതം ഉണ്ടാക്കിയത്. അതെപ്പോഴും നമ്മൾ ചിന്തിക്കുക. അല്ലാതെ ഇപ്പം അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് എനിക്ക് ഇങ്ങനൊരു മെസ്സേജ് അയച്ചാൽ ഭയങ്കര മനസ്സിന് ഭയങ്കര വിഷമമായി. ഞാൻ മതം പറഞ്ഞിട്ടില്ല, ഒരിക്കലും ഞാൻ മതം പറഞ്ഞല്ല സംസാരിച്ചത്. ഞാൻ ഒരു മുസ്ലിം ആയതുകൊണ്ട് അവർക്ക് അങ്ങനെ എന്തോ ഒരു ചെറിയൊരു, അതെനിക്ക് തോന്നിയൊരു തോന്നലാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ ഒരു ഹിന്ദുവിന് എന്നോട് കാണിച്ച കാര്യവും ഞാൻ നിങ്ങളോട് പച്ചയ്ക്ക് വന്നിരുന്ന് ഈ ചാനലിൽ, എൻ്റെ ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെൻ്റെ ബാക്കിലോട്ടുള്ള വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കതറിയാം. ഞാൻ ഒരു ജാതിക്കാരെയും ഞാൻ പൊക്കി പറഞ്ഞിട്ടില്ല. കാരണം ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിൽ മുസ്ലിമോ ഹിന്ദുക്കളോ ക്രിസ്ത്യാനോ പോയി കഴിഞ്ഞാൽ ഇവിടെ ഹിന്ദുക്കളിൽ വരുന്ന ജാതിയാണ് നായന്മാർ, ബ്രാഹ്മിൺസ്, അതുപോലെ പൊലയന്മാർ, ഈഴവാസ്, അങ്ങനെ പല ജാതി. പിന്നെ അങ്ങനത്തുള്ള ജാതികളായിരിക്കും പിന്നെ ഇവിടെ ഉള്ളത്. അന്നേരം മുസ്ലിങ്ങളില്ലെങ്കിലും ക്രിസ്ത്യൻ ഇല്ലെങ്കിലും ഇന്ത്യ ഇല്ല. അതെപ്പോഴും മനസ്സിലാക്കുക. ഞാൻ ഉള്ള ഒരു രീതി മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. അല്ലാതെ ഒരിക്കലും ഒരാളെ മതത്തിൽ കുത്തിയോ ആ രീതിയിലോ സംസാരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമല്ല. എല്ലാവരും ഈ നാട്ടിൽ ജീവിക്കേണ്ടതാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ജീവിക്കേണ്ടതാണ്. നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ള രീതിയിലാണ് ചില മനുഷ്യരുടെ മനസ്സിൽ ഇപ്പോഴും ജാതി ഇതുണ്ട്. ഇല്ലെന്ന് ആരും പറയരുത്. ഹിന്ദുക്കളുടെ മനസ്സിലുമുണ്ട്, ക്രിസ്ത്യൻസിൻ്റെ മനസ്സിലുമുണ്ട്, മുസ്ലിംസിൻ്റെ മനസ്സിലുമുണ്ട്. ചില മനുഷ്യരുടെ മനസ്സിൽ അത് കണ്ടതുകൊണ്ടാണ്, അത് തിരിച്ചറിയത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഞാൻ എല്ലാവരും അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതെനിക്കത് ഫീലായതുകൊണ്ട് ഒരാളുടെ, കാരണം ഹിന്ദു എന്ന് പറയുന്ന വ്യക്തിയാണ് എന്നോട് ചോദിച്ചത്, നിങ്ങൾ മുസ്ലിം ആയതുകൊണ്ടാണ് ഞങ്ങൾ മിണ്ടാന്നേന്ന് എന്നോട് പറഞ്ഞത്. അത് ഞാൻ പരസ്യമായിട്ട് വീഡിയോ ചെയ്തതാണ് അങ്ങനെ പറഞ്ഞു എന്ന്. അത് അവരെ മനസ്സിൽ മതം ഉണ്ടായത് കൊണ്ടല്ലേ അവർ ആ വർത്തമാനം എന്നോട് പറഞ്ഞത്. കാരണം നമുക്ക് ഓരോരുത്തർക്കും ഓരോ ആൾക്കാർ പ്രിവിലേജ് തരുന്ന കാണുമ്പോൾ അറിയാം അവർ ഏത് അടിസ്ഥാനത്തിലാണ് നമുക്ക് ഓരോ വ്യക്തികൾ പ്രിവിലേജ് തരുന്നതെന്ന്. അത് മനസ്സിലാക്കാൻ നമുക്ക് എന്താ പറയുക, IAS ഒന്നും എടുക്കണ്ട. സാധാരണ മനുഷ്യനായിട്ട് ഇന്ത്യനായിട്ട് ജനിച്ചാൽ മതി, അത് മനസ്സിലാകും. ഇതെനിക്ക് ഇതാണ് പറയാനുള്ളത്. വേറെ ഒന്നും വിചാരിക്കരുത്. ഞാൻ ഈ പറഞ്ഞ സഹോദരികൾക്ക് കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഒരിക്കലും ഞാനൊരു ഒരു മതം
കുത്തിക്കയറ്റാൻ നോക്കിയില്ല. എനിക്ക് തോന്നി എന്നോട് കാണിച്ച് എനിക്ക് ഫീലായ ഒരു കാര്യമാണ് ഞാൻ എടുത്തു പറഞ്ഞത്. കാരണം എനിക്കൊരു മതത്തിനോടും പ്രത്യേക അനുകമ്പയോ സ്നേഹവുമില്ല. ഞാൻ ഒരു മനുഷ്യ സ്ത്രീയാണ്. ഞാൻ എല്ലാവരെയും ഒരേപോലെയാണ് കാണുന്നത്. ഞാൻ എല്ലാ ദൈവങ്ങളെയും വിളിക്കാറുണ്ട്. എനിക്കെല്ലാ ദൈവവും ഒന്നാണ്. ഞാൻ അങ്ങനെ മാത്രം ചിന്തിച്ച് ജീവിക്കുന്നൊരു സ്ത്രീയാണ്. അല്ലാതെ നിങ്ങൾ ചിന്തിക്കുന്ന കണക്ക് ഞാൻ ഹിന്ദു ആയതുകൊണ്ട് ഞാൻ മുസ്ലിങ്ങളെ കുറച്ച് കാണിച്ചു, അല്ലെങ്കിൽ ക്രിസ്ത്യനെ കുറച്ച് കാണിച്ചു, ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സ് ഉള്ളത് മുസ്ലിങ്ങളാണ്. അന്യനാട്ടിൽ വെച്ചായാലും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള മുസ്ലിങ്ങളാണ്. അതൊരിക്കലും എനിക്ക് മറക്കാനും പറ്റത്തില്ല. ഞാനത് മറന്ന് ജീവിച്ചിട്ടുമില്ല. പക്ഷേ ചില മനുഷ്യരുടെ മനസ്സിൽ നീ ഹിന്ദുവാണ്, നീ മുസ്ലിമാണ്, നീ ക്രിസ്ത്യാനിയാണ് എന്നുള്ള ഒരു കുത്തിത്തിരിപ്പ് എല്ലാ മനുഷ്യരുടെ മനസ്സിലുമുണ്ട്. അതെനിക്ക് നേരിട്ട് ഫീലായതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്യാനും. കാരണം നമ്മളിപ്പം എവിടെ ആയാലും ആർക്കെങ്കിലും ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ അയ്യോ അവൻ മുസ്ലിമാണ് പോകരുതെന്ന് പറഞ്ഞിരിക്കുമോ, ഇല്ലെങ്കിൽ അവൻ ഹിന്ദു ആണെന്ന് പോകരുതെന്ന് പറഞ്ഞിരിക്കുമോ? ഒരിക്കലുമില്ല. ആ കുട്ടികളെ ആരാണെന്ന് പോലും എനിക്കറിയില്ല. ഈ ഫ്ലാറ്റിൽ ഒത്തിരി ആൾക്കാർ താമസിക്കുന്നുണ്ട്. അതിൽ എവിടുത്തെയാണെന്ന് പോലും അറിയില്ല. എനിക്കത് കണ്ടപ്പോൾ അത് അവരെ വിളിച്ച് പറഞ്ഞെന്ന് തോന്നിയപ്പോൾ അവരത് അത്രയും ഒരു മട്ടിലില്ലെങ്കിൽ നമ്മളെ ആ ഒരു രീതിയിൽ കണ്ടതുകൊണ്ടാണ് ഞാനതെടുത്തത്. അവരെടുത്തിട്ട് ചോദിച്ചു നിങ്ങൾ ഓണറാണോ അതോ വാടകക്കാരാണോ എന്ന് ചോദിച്ചതിന് മാത്രമാണ് ഞാൻ ആൻസർ പറഞ്ഞത്. ഒരു ഹിന്ദുവാണ് എന്നോട് ചോദിച്ചത് നിങ്ങൾ മുസ്ലിം ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാത്തതെന്ന് ഒരു ഹിന്ദു ബ്രാഹ്മണനാണ് എന്നോട് ചോദിച്ചത്. അതുകൊണ്ടാണ് എന്നോട് മിണ്ടാത്തതെന്ന് മനസ്സിലായോ? അന്നേരം ജാതി എവിടെയുണ്ട്. എല്ലാ മനുഷ്യരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിപ്പുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിലതില്ല. ഞാൻ അങ്ങനെ ഒരു സ്ത്രീയുമല്ല. എനിക്ക് എന്നോട് പിന്നെ മെസ്സേജ് അയച്ച് ചോദിച്ച സഹോദരിയോടാണെന്ന് പറയുന്നത്. സായെ അങ്ങനെ കൂട്ടരുത്. സായ ഒരിക്കലും ഒരു മതത്തിൻ്റെ പേരിൽ ആരെയും കണക്കൂട്ടുന്ന ഒരു വ്യക്തിയല്ല. പക്ഷേ എനിക്കത് ഫീലായതുകൊണ്ട് മാത്രമാണ് ഞാനത് സംസാരിച്ചത്. ഞാനൊരു ഹിന്ദു എന്നുള്ള രീതിയിലും ഒരു വാടകക്കാരിയാണെന്നുള്ള രീതിയിലും കണ്ടതുകൊണ്ട് എനിക്കത് ഇഷ്ടമായില്ല. അതുകൊണ്ട് ഞാനത് സംസാരിച്ചു. അത്രയേ ഉള്ളൂ. അല്ലാതെ ആരെയും മതം പറഞ്ഞോ ഇല്ലെങ്കിൽ അങ്ങനെ കെട്ടിത്താഴ്ത്തിയോ ഒന്നും എനിക്ക് സംസാരിക്കേണ്ട കാര്യമില്ല. ഞാൻ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ജീവിക്കുന്ന ഒരു സാധാരണ സ്ത്രീയാണ്. ഞാൻ എല്ലാവരെയും ഒരുപോലെയാണ് കാണുന്നത്. അതും കൂടെ പറയാം. എനിക്കെല്ലാവരും ഒന്നാണ്. ഞാൻ എന്നെപ്പോലെ തന്നെയാണ് എല്ലാ സ്ത്രീകളെയും കാണുന്നത്. പക്ഷേ എല്ലാ സ്ത്രീകളും അങ്ങനെയല്ല. അത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.